അങ്ങനെ നമ്മൾ 10th സ്റ്റാൻഡേർഡ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വെക്കേഷനൊക്കെ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, വൈകുന്നേരം ലൈവ് ക്ലാസ് ഒന്നുമില്ല, കുറച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ ഇരിക്കായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്ന് ഉള്ളൊരു വീഡിയോയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തത് എന്ത് ചെയ്യും? 10th കഴിഞ്ഞാൽ 10ാം ക്ലാസ് SSLC കഴിഞ്ഞാൽ ഇനി അടുത്തൊരു വലിയ ഡിസിഷൻ നിങ്ങൾ എടുക്കാനുണ്ട്. നിങ്ങൾ ഏത് സ്ട്രീം ചൂസ് ചെയ്യും, ഏത് കോഴ്സ് എടുക്കും, അത് കഴിഞ്ഞിട്ട്. ആൻഡ് ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാലം നിങ്ങളുടെ പേരൻസ് പറയാം, നിങ്ങളുടെ ടീച്ചേഴ്സ് പറയാം, നിങ്ങളങ്ങ് പഠിക്കണം, നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ 10th കഴിയുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, ആർട്സ് എടുക്കണോ എന്ന്. ആൻഡ് ദാറ്റ് വിൽ ഡിഫൈൻ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ബാക്കി ജീവിതം മൊത്തം ഈ ഡിസിഷൻ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഡിസിഷൻ ശരിക്കും നിങ്ങൾ നല്ലോണം ആലോചിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എടുക്കണം. ഓക്കെ, എൻ്റെ ചേട്ടൻ SSLC കഴിഞ്ഞിട്ട് സയൻസ് എടുത്തു, അപ്പോൾ ഞാനും അത് ചെയ്യാം. എൻ്റെ കസിനും ഒരാൾ MBBS എടുത്തു, അപ്പോൾ അതെനിക്ക് സിമ്പിൾ അല്ലേ, നല്ല പൈസ ഉണ്ടാക്കാം, അതെടുക്കാം അല്ലേ. ചിലർ പറഞ്ഞു അടാ നമുക്ക് അത് കഴിഞ്ഞിട്ട് ദുബായി പോവാം, ഈ BCom എല്ലാം എടുത്താൽ മതി, അപ്പോൾ സിമ്പിളായിട്ട് കോമേഴ്സ് എടുത്ത് സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് അതെടുക്കാം. നിങ്ങൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഈ ഡിസിഷൻ ഉണ്ടാക്കരുത്. ആൻഡ് നിങ്ങളത് റിഗ്രറ്റ് ചെയ്യും. അതിന് പകരം നിങ്ങൾ ഓരോ കോഴ്സിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ അതുകൊണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റുമോ സയൻസ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഈസി ആണോ കൊമേഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുമോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തം പോയി പഠിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാൽ എക്സാമിനറിൻ്റെ ഒരു സ്റ്റുഡൻറ്റും ഒരു അബദ്ധം ഉണ്ടാക്കരുത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ മാറ്റർ ചെയ്യുന്ന ഒരു ഡിസിഷൻസ് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ ആരും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. ഞാൻ ഈ മൺഡേ മുതൽ എക്സാമിനറിൻ്റെ ഈ ചാനൽസ് മുതൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വീഡിയോസ് തുടങ്ങുകയാണ്. അത് വീഡിയോ ആയിട്ടല്ല, ലൈവായിട്ട് വരും. ഓക്കെ, സമയം എല്ലാവർക്കും അറിയാലോ, വീണ്ടും 7:30 നമ്മുടെ സ്ഥിരം സമയം. അപ്പോൾ 7:30 എല്ലാവരും വരെ. എന്തൊക്കെയാണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് മൺഡേ തന്നെ നിങ്ങളുടെ ഏറ്റവും കോമൺ ഡിസിഷന് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് ലൈവാണ്. അപ്പോൾ നിങ്ങൾ വെക്കേഷൻ മൂഡൊക്കെ ആണെങ്കിലും വരിക, ലൈവ് അറ്റൻഡ് ചെയ്യുക. വേണമെങ്കിൽ പേരൻസിനെ കൂട്ടിക്കോ. ഇത് വളരെ ഇൻഡെപ്തായിട്ട് നമ്മൾ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും നെയ്ബറിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിലുള്ള ചേട്ടനോടോ അല്ലെങ്കിൽ കസിനോട് ചോദിക്കുന്നതിനെക്കാട്ടൊക്കെ എത്രയോ ഇൻഫോംഡ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സിലാവുന്ന പോലത്തെ വീഡിയോസും ലൈവും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മൺഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് സയൻസ് ഓർ കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ്, നിങ്ങൾ ഏത് സ്ട്രീം എടുക്കണം +1, നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ ഔട്ട്കമ്മും നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയി തോന്നുന്നത് അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നുന്നത് ഏതാണെന്നും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇൻഫോർമേറ്റീവ് ലൈവ് ആയിരിക്കും മൺഡേ. സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, ആർട്സ് എടുക്കണോ. ഓക്കെ, അപ്പം മൺഡേത്തെ ഷെഡ്യൂൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ചാനലിൽ ഞാൻ നടക്കാൻ പോകുന്നത് ദ ആൻസർ തന്നെ ഉണ്ടാവും. സയൻസ് ഓർ കൊമേഴ്സ് എടുക്കണോ, ബാക്കിയുള്ളതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ലിങ്ക് ഉണ്ടാവും. എല്ലാവരും വരണം മക്കളെ. നിങ്ങൾ വിചാരിക്കും സാർ കൊമേഴ്സ് സിമ്പിളാണ്, കൊമേഴ്സ് എടുത്താൽ മതി അല്ലേ. ചിലവർ പറയും സാർ സയൻസ് പഠിച്ച പിന്നെ എന്തിനും പോകാമല്ലോ, അപ്പോൾ സയൻസ് എടുക്കാം. അത് അങ്ങനത്തെ ഉള്ള മിസ്കൺസെപ്ഷൻ മാറ്റിയിട്ട് അതും കുറച്ച് ശരികളുണ്ട്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. ഞാൻ എന്ത് ചാപ്റ്റർ പഠിക്കണം, എത്ര ബുക്ക് പഠിക്കണം, എത്ര വായിച്ച് തീർക്കണം, എത്ര സമയം എടുക്കുന്ന വരെയുള്ള ഡേറ്റ വെച്ചിട്ട് ഞാൻ വന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ഡിസിഷൻ എടുക്കാം, കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാം, പിന്നെ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മൺഡേ 7:30 നിങ്ങൾ ഇതിന് വരാം. ഓക്കെ, സയൻസ് ആണോ കൊമേഴ്സ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്ട്രീമാണ് എടുക്കേണ്ടത്. ഓക്കെ, റെഡി ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ നല്ലൊരു കാര്യം ഞാൻ ആലോചിച്ചതാണ്. നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്സ്, അത് നിങ്ങൾക്ക് ഇനിയും സംശയമുള്ള കുറേ കാര്യങ്ങളുണ്ട്. സാർ സയൻസ് എടുത്ത കാര്യമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, ഈ കോമ്പിനേഷൻ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, അല്ല ഇതാണോ നല്ലത്, VHSC ആണെന്നല്ല, എന്താണ് ഡൗട്ടുള്ളത് എല്ലാം നിങ്ങൾ കമൻസിൽ അറിയിക്കാം. ഓക്കെ, കമൻസിൽ അറിയിക്കാം. നിങ്ങൾക്ക് ബോർഡ് മാറ്റണോ, സ്റ്റേറ്റുമാരുടെ ഇതാക്കണോ, CBSE സ്റ്റേറ്റ് ആക്കണോ, അങ്ങനത്തെ ഉള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾ താഴെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതും ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, മൺഡേ ലൈവ് എടുക്കാം. ഇനി ട്യൂസ്ഡേ നമ്മൾ എന്ത് ചെയ്യും, +1 സയൻസ് എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് സെറ്റാക്കാൻ പറ്റുക. +1 സയൻസ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഏറ്റവും ബെസ്റ്റ് മനസ്സിലാക്കണം. സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഡിസൈഡ് ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ സയൻസ് ആണെന്ന് ചോദിച്ചു. അപ്പോൾ സയൻസ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ റിയാലിറ്റി, അത് അലക്സ് സാർ മൊത്തം എടുത്തരും. ട്യൂസ്ഡേ 7:30 സിമ്പിൾ. ഓക്കെ, അതും ഈ ചാനലിലായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഈ ചാനലിലായിരിക്കും. അപ്പോൾ ട്യൂസ്ഡേ നമ്മൾ എന്ത് ചെയ്യും, +1 സയൻസ് ഡീപ് ഡൈവ് ചെയ്യും. ഓക്കെ, എത്ര ബുക്ക്, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്ര സമയം എടുക്കും, നിങ്ങൾ പഠിച്ചുകൊണ്ട് കാര്യമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, ആൻഡ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും റിസൾട്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഓക്കെ, വെൻസ്ഡേ +1 കൊമേഴ്സ് അത്രയ്ക്കും ഈസി ആണോ. ഓക്കെ, അപ്പോൾ കൊമേഴ്സ് എല്ലാവരും വിചാരിക്കുന്നത് സാർ
കൊമേഴ്സിലൊക്കെ പഠിക്കാൻ പറ്റാത്തവരെ പോവുക അല്ലേ, ആ വലിയ എഞ്ചിനീയർ അങ്ങനെയൊന്നുമില്ല. കൊമേഴ്സിൻ്റെ ഡിഫിക്കൽട്ടിയും കൊമേഴ്സിൻ്റെ റിയാലിറ്റിയും ആൻഡ് ആ സ്ട്രീമിലേക്ക് പോയാൽ എന്താണ് ശരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. അതുകൊണ്ട് കൊമേഴ്സുകാർക്ക് വലിയ സർപ്രൈസ് ഉണ്ടാകും, നിങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക്. അത് കഴിഞ്ഞിട്ട് എന്താണ് തേഴ്സ്ഡേ നീറ്റ് കീം ജെയ് എൻട്രൻസ് എക്സാം, എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാം ഉള്ള ഈ മെയിൻ 3 എക്സാമിനെ പറ്റിയിട്ട് ഫുൾ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പം എൻട്രൻസ് എന്നുള്ളൊരു ആലോചന നിങ്ങളുടെ മനസ്സിലൊരു 1% ഉണ്ടെങ്കിൽ അത് മൊത്തം ഞങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ അതെന്താണ് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ കുറേ അതർ എൻട്രൻസ് എക്സാം ഉണ്ട്. നിങ്ങൾ അഗ്രികൾച്ചർ മുതൽ നഴ്സിംഗും പിന്നെ CUETയും കുറേ സംഭവങ്ങളുണ്ട്. ISR നിങ്ങൾക്ക് ISR ആവണം, സ്പേസ് സയൻറ്റിസ്റ്റ് ആവണം, അങ്ങനെ എല്ലാ ടൈപ്പ് എൻട്രൻസ് എക്സാമിനും നമ്മൾ എന്ത് ചെയ്യും ഫ്രൈഡേ ചെയ്യും. ഓക്കെ, അപ്പോൾ മൺഡേ മുതൽ ഏറ്റവും കോമൺ മുതൽ ഏറ്റവും അവസാനം എല്ലാവർക്കും ആവശ്യമുള്ള ടൈപ്പ് സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയേണ്ടത്, നിങ്ങൾ പ്രത്യേകിച്ച് സയൻസ് കൊമേഴ്സ് സ്ട്രീമിനെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിലാക്സ് ചെയ്ത വെക്കേഷൻ, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ എന്താണ് ബ്രെയിൻ വർക്ക് ചെയ്യണം, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ പരിപാടികൾ തുടങ്ങാൻ ഒട്ടും വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മളെന്താണ് തീരുമാനങ്ങൾ തുടങ്ങാൻ പോവുക. റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ടല്ല ഇത് തീരുമാനിക്കേണ്ടത്, ഇപ്പോഴേ മനസ്സിൽ റെഡിയാക്കി വെക്കണം. ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, ബാക്കപ്പിൻ്റെ ബാക്കപ്പ് എല്ലാത്തിനുള്ള പ്ലാൻ നമ്മൾ റെഡിയാക്കി തരാം. ഇത് ഫസ്റ്റ് വീക്കെൻഡ്. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേത്തെ കാര്യം. ഇനി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ 10th കഴിഞ്ഞു, എക്സാം എഴുതി കഴിഞ്ഞു, ഇനി അടുത്തത് ഏതാണ് +1. ഓക്കെ, അപ്പോൾ +1ന് വേണ്ടിയിട്ട് ഈ ഫ്രൈഡേയും കൂടി കഴിഞ്ഞാൽ ഈ ചാനലിലൊന്നും നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ചാനലായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, നിങ്ങൾ 11th ഓക്കെ ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇതെവിടെ നടക്കുക +1ൽ. നിങ്ങൾ 10th വരെ 10th എക്സാമിന് നിങ്ങൾ കുറേ കഷ്ടപ്പെട്ട് കുറേ സാധനങ്ങൾ പഠിച്ചു. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കിതാ ഈ കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും, 7/8 - 5/7 ഇങ്ങനെ ഫ്രാക്ഷൻ വന്നിട്ട് സബ്ട്രാക്ഷൻ വന്നാൽ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. ഇതെപ്പോഴും പ്രോപ്പറായിട്ട് ഫ്രാക്ഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അല്ല, ഞാൻ പറയാണ് 7/8 ഡിവൈഡഡ് ബൈ 5/9. സാർ ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യും? ഒരു ഫ്രാക്ഷൻ്റെ ഉള്ളിൽ ഭിന്നസംഖ്യ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഫസ്റ്റ് കാര്യം ഓക്കെ അപ്പോൾ മാത്സിൽ നമ്മൾ കുറച്ച് ബ്രിഡ്ജ് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് +1 ചാനൽ. ഓക്കെ, അപ്പോൾ അത് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് 10th മൺഡേ. അതിൽ മാത്സ് ഉണ്ടാവും, മാത്സ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. അതുപോലെ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, ബയോളജി ഉണ്ടാവും. ആൻഡ് മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് ഓക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തരും. അതൊക്കെ അവസാനത്തേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതുപോരാതെ ഞാൻ നിങ്ങളോട് പറയുകയാണ് LCM ഓഫ് 17 and 13 എങ്ങനെ കണ്ടുപിടിക്കുക, അത് കണ്ടുപിടിക്കാൻ എന്താണ് LCM എന്നറിയോ? ഇതൊക്കെ അറിഞ്ഞാൽ നിങ്ങളുടെ +1 +2 മാത്തമാറ്റിക്സ് വളരെ സിമ്പിളാവും. ഓക്കെ, +1 +2 മാത്തമാറ്റിക്സ് അല്ല ഏത് സബ്ജക്റ്റിലും കുറേ ആവശ്യം വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നെഗറ്റീവ് നമ്പേഴ്സും അല്ല ഫ്രാക്ഷൻസ്, LCM, പവേഴ്സ്, കുറേ ആൾക്കാർക്ക് ഇപ്പോഴും 2⁻3 ⁴ എന്താണ് വേറെ എന്തെങ്കിലും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് 2⁵ × 2⁷. ഇത് ആഡ് ചെയ്യണോ, പവർ ചെയ്യണോ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ആണോ ചെയ്യുക, ഇവിടെ എന്താണ് ചെയ്യുക, അങ്ങനത്തെ കുറേ ഡൗട്ടുകളുണ്ടാവും. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യും. അത് ഓരോ ബ്രിഡ്ജ് കോഴ്സായിട്ട് നമ്മൾ ചെയ്യും. വളരെ രസകരമായ ക്ലാസ് ആയിരിക്കും. ഞാനും ഉണ്ടാവും, നിങ്ങളുടെ ഫേവറേറ്റ് അലക്സ് സാറും ഉണ്ടാവും, അർച്ചന മിസ്സും ഉണ്ടാവും. ആൻഡ് ടുവേർഡ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ ബ്രിഡ്ജ് കോഴ്സസിൽ നമ്മൾ എന്ത് ചെയ്യും, മലയാളം മീഡിയംകാർക്ക് സ്പെഷ്യലായിട്ട് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ മാറണമെന്നും +1ലേക്ക് എല്ലാ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും എല്ലാം നമ്മൾ തുടങ്ങും 10th മൺഡേ ഓൺവേർഡ്സ്. ഓക്കെ, അപ്പോൾ അപ്പോഴത്തേക്കും നിങ്ങൾ വേഗം +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ചാനലിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. 10th മൺഡേ ആകുമ്പോൾ എല്ലാവരും +1ലേക്ക് എത്തിക്കണം. എങ്ങനെയാണ് വരിക, നിങ്ങളിവിടെ ഏത് ചാനലാണെങ്കിൽ ഇത് ആ ചാനൽസിലേക്ക് വരിക. ചാനൽസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് താഴേക്ക് വരിക. ഇതൊരു എക്സാമിനർ ചാനലുണ്ട്, +2 ഉണ്ട്, +1 ഉണ്ട്. +1 നിൽക്കുക. ഓക്കെ, +1 നിൽക്കുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നിൽക്കുക. ഇനി SSLCയും 10th കാലം കഴിഞ്ഞു, നമ്മളെന്താണ് +1ലെത്തി. അത് കഴിഞ്ഞിട്ട് ലൈവുകൾ അവിടെ ഉണ്ടാവും 10th മൺഡേ ഓൺവേർഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ എക്സൈറ്റഡ്, ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ റെഡി ആവുന്നു. നമ്മൾ ആദ്യം പ്രോപ്പറായിട്ട് ഏത് ഡിസിഷൻ എടുക്കുന്നു തീരുമാനിക്കുന്നു. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. മാക്സിമം ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് മൺഡേത്തെ ലൈവ് ഉണ്ട്. ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ മൊത്തം ആ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും ഒരാഴ്ച. അത് കഴിഞ്ഞിട്ട് ബ്രിഡ്ജ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് ഈ ബ്രിഡ്ജ് കോഴ്സ്. ഫ്രീ ആയിട്ട് +1 ചാനൽ ഉണ്ടാവും. എന്നിട്ട് അവിടേക്ക് വരിക. ഓക്കെ, ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം തിരിച്ച് എക്സാം കഴിഞ്ഞിട്ട് വീഡിയോയിലേക്കൊക്കെ വരാം. ആൻസർ ഫുൾ എക്സൈറ്റഡ് ആണോ, നിങ്ങൾ എക്സൈറ്റഡ് ആണെങ്കിൽ മൺഡേ വരിക 7:30. സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ആർട്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, നമുക്ക് ഒരുമിച്ച് ഡിസൈഡ് ചെയ്യാം. ഓക്കെ.